നമസ്കാരം. ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈനസ് മൂലം ഉണ്ടാകുന്ന തലവേദനയ്ക്കൊരു പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ പനിയൊക്കെ വന്നതിന് ശേഷം ഈ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കഫത്തിൻ്റെ പ്രശ്നം അതുമൂലം ഉണ്ടാകുന്ന ഒരു തലവേദന, ഒരു ഇറിറ്റേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ ഈ നെറ്റിയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്ത് ഈ സൈനസ് ഏരിയയിലൊക്കെ നമുക്ക് നന്നായിട്ട് വേദന ഉണ്ടാവും, നല്ല തലവേദന ഉണ്ടാവും, നമുക്കൊരു മൂടി ആയിപ്പോവും, നമ്മൾ ഫുഡ് കഴിക്കാനും നമുക്കൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വേറെയൊന്നുമല്ല, അതിനായിട്ട് ഒരു 3 ടീസ്പൂണ് രാസ്നാദിപ്പൊടി ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുക്കുക. അതിലേക്ക് ഒരു നാരങ്ങയുടെ ഒരു അരമുറി നാരങ്ങ നീര് ആ പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കുക. ഇത് രണ്ടും കൂടി കുഴച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കുക. ഇതുപോലെ ഒരു കുഴമ്പ് രൂപത്തിലേക്ക് ആക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത് നമ്മുടെ സൈനസ് ഏരിയയിൽ, നെറ്റിയിലും സൈനസ് ഏരിയയിലും ഒക്കെ അപ്ലൈ ചെയ്യണം. ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇത്തിരി കട്ടിയായിട്ട് ഇട്ട് കൊടുത്താലും നല്ലതാണ്. നല്ല എനിക്ക് ഇതുപോലെ നമ്മൾ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യുക. കട്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് ഇട്ടേക്കണം. ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടാണ്, നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എളുപ്പം കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇടണം. കണ്ണിലൊക്കെ വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നാരങ്ങാനീരാണ്, നല്ല നീറ്റിലുണ്ടാവും. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ നല്ല പെയിനായിരിക്കും നമുക്കുണ്ടാകുന്നത്. അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഈ ഒരു ഏരിയയിലൊക്കെ നല്ല വൃത്തിയായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ലൊരു മെഡിസിനാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ഇതൊരു 10-20 മിനിറ്റ് അത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രൈ ആവാൻ വെക്കണം. ഒരുപാട് അങ്ങ് ഡ്രൈ ആയി ഉണങ്ങി പിടിക്കരുത്, പ്രത്യേകിച്ച് നമ്മുടെ ഫേസാണ്. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 20 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഡ്രൈ ആവാൻ വെച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഇത് കഴുകിക്കളയുക. ഇത് ഇന്ന സമയമൊന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനൊരു പ്രോബ്ലം നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനൊരു തലവേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, സീ യു.